ഓം ശ്രീ സായിറാം. അവതാര പരമ്പരയിലെ പ്രേമാവതാരമായ സായീശ്വരൻ്റെ 100-ാം ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ കോർട്ട് സമിതി സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന ഭഗവാന്റെ ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സാമൂഹ്യ സേവന സൗജന്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇത് അർഹരായ പൊതുസമൂഹത്തിൽ അത് എങ്ങനെ കിട്ടുന്നു, അത് നമ്മളെ എല്ലാ ഒരു പ്രോജക്റ്റിനും അത് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, എവിടെ, എപ്പോൾ എന്നുള്ള ചില സംഗതികളുടെ ട്രാൻസ്പാരൻസി, ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, സുതാര്യത എന്നുള്ളവയെല്ലാം നമ്മുടെ ആലോചിച്ചിട്ട് അത് ഭക്തജനങ്ങളിലും പൊതുജനങ്ങളിലും അത് നേർക്കാഴ്ചയായി എത്തിക്കുക, അത് അങ്ങനെ അവർക്ക് അതൊരു നേരെ അനുഭവമായി മാറ്റുക എന്നുള്ള തരത്തിൽ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ ഈ മെസ്സേജ് എങ്ങനെയാണ് അത് ലവ് ഇൻ ആക്ഷൻ ആയിട്ട് മാറുന്നതെന്ന് ഒരു നേർക്കാഴ്ച, നേരനുഭവം ആക്കാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫോർട്ട് സമിതി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഇത് ഭഗവാന്റെ പേരിൽ, ഭഗവാന്റെ അനുഗ്രഹത്തോടെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത്. കേരള ഹൈക്കോടതി ജഡ്ജിയും നിലവിലെ കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല എന്നിവയിൽ റിസർച്ച് എത്തിക്സ് കമ്മിറ്റി ചെയർമാനും പല പ്രാവശ്യം ഭഗവത് ദർശനം ലഭിച്ച് ഭക്തനുമായി സംസ്ഥാന ജുഡീഷ്യറി ചരിത്രത്തിൽ കളങ്കമില്ലാതെ നക്ഷത്ര ശോഭയുടെ തിളങ്ങി നിൽക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഗർവില്ലാത്ത ജീവിതത്തിൽ അറിയേണ്ട തിരിച്ചറിവ് നേടിയതിനാൽ അഹങ്കാരമില്ലാതെ ലളിത ജീവിതം നയിക്കുന്ന സ്നേഹസമ്പന്നനായ സായി ഭക്തനുമായ ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ സാറുകളെ സ്നേഹാദരപൂർവ്വം കോർട്ട് സമിതിയുടെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്ത്, അതായത് സായി ഡിവൈൻ ആർഗോ എന്നാണ് പേര്, സാറ് അത് ഉദ്ഘാടനം ചെയ്ത് ഭക്തരിലും ജനസമക്ഷവും സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു വരുന്നു. ഫോർട്ട് സായി സമിതിയിലെ ഭക്തജനങ്ങളെ, ഓം ശ്രീ സായിറാം. സായി ഡിവൈൻ ആൽബം എന്ന പേരിൽ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ഭഗവാൻ നിയോഗിച്ചതായി ഞാൻ കണക്കാക്കുന്നു. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാലാനുസൃതമായി ഏവരും മാറാതിരിക്കാൻ പറ്റില്ല. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. സോഷ്യൽ മീഡിയയ്ക്ക് വലുതായ പ്രാധാന്യം വന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ ശാസ്ത്രത്തിലുണ്ടായ കുതിച്ചുചാട്ടം അതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടിയായിട്ട് അടുത്ത 5 വർഷത്തിനകത്ത് നടക്കാനിരിക്കുന്നതായി പറയും. അത്തരം ഒരു കാലഘട്ടത്തിൽ സമിതിയുടെ നന്മയ്ക്ക് വേണ്ടി സമിതിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവബോധം നൽകാനും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് ക്രോഡീകരിച്ച് നടപ്പാക്കാനും എല്ലാം ഉപയുക്തമാകുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് തീർച്ചയായും അഭികാമ്യമാണ്. അതിന് തയ്യാറായ ഭാരവാഹികളെ അനുമോദിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വലിയ കുഴപ്പമുണ്ട്, ഒരു അഡിക്ഷൻ ഫോം ചെയ്യും. അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോ വളരെയധികം മാനസിക പ്രയാസമുണ്ടാക്കി. ഒരു കൊച്ചു കുഞ്ഞിന് കുട്ടിക്കാലത്ത് തന്നെ കളിക്കാനായിട്ട് അതിൻ്റെ ശ്രദ്ധ, അമ്മയ്ക്ക് വേറെ ജോലികളുണ്ടല്ലോ, അതിൻ്റെ ശ്രദ്ധ തിരിക്കാനായിരിക്കണം മൊബൈൽ കൊടുത്തു. ആ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിൽ വരുന്നത് കുട്ടി ഉറക്കം, നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ കൈവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മൊബൈലിൽ. അതിൻ്റെ മനസ്സിൽ മുഴുവൻ അത് നിറഞ്ഞുപോയി. അത് നല്ല ഉറക്കത്തിലാണ്. അത്രമാത്രം അഡിക്ഷൻ. ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യത്ത് നേപ്പാളിൽ ഭരണ തകർച്ചയുണ്ടായി, വലുതായ ആക്രമണങ്ങൾ നടക്കുന്നു. അതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണം നമ്മൾ പത്രത്തിൽ വായിച്ചിരിക്കും. അവിടെ നവമാധ്യമങ്ങൾ ട്വിറ്റർ, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സകലതും
അടുത്തിടെ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് നിരോധിച്ചു. യുവജനങ്ങൾക്ക് സഹിക്കാനായില്ല. എങ്ങനെയാണ് വാട്സാപ്പും യൂട്യൂബും ട്വിറ്ററും ഇല്ലാതെ ജീവിക്കുക? അതാണ് അവർ സമരത്തിനിറങ്ങിയ പ്രധാന കാരണവും ഇന്നവിടെ കാണുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം അടിസ്ഥാനമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഇതാണ് നോക്ക്. ഇത് ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. സദാ ജാഗരൂകരായിരിക്കണം. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പല കുഴപ്പങ്ങൾക്കും അത് വഴി വയ്ക്കാം ശ്രദ്ധയില്ലെങ്കിൽ. ഇതിൻ്റെ ഗുണം, പല ഗുണങ്ങളുള്ളതിലൊന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ധാരാളം ധനമാർജിച്ച ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. അവർ പലരും അവരുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ആതുര സേവാ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളവരാണ്. പണം ചിലവാക്കാൻ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് മടിയുമില്ല. പക്ഷേ അത് ശരിയായ കൈകളിലെത്തണം എന്നുള്ള നിർബന്ധം അവർക്കുണ്ട്. ഇത്തരമൊരു ചാനലിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമ്മെ സഹായിക്കാനായി വരും. കാരണം വിശ്വാസ്യതയാണ് അവിടെ പ്രധാനം. അവരെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ട്, പക്ഷേ അത് ചതിയന്മാരുടെ കയ്യിലെത്തി നാനാവിധമായി പോകരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അവർ കൊടുക്കൂ. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും, പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരുപാട് കെട്ടിടങ്ങളും പ്രോജക്റ്റുകളും കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനകത്ത് നടന്നു. നമ്മുടെ ലുലുമാളിൻ്റെ ഉടമയായ യൂസഫ് അലിയാണ് അത് മുഴുവൻ അവിടെ ആ പൈസ മുഴുവൻ മുടക്കിയിരിക്കുന്നു. പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കും. ഞാനവിടെ അതിഥിയായിട്ടൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പോയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള ഒരുപാട് വ്യക്തികൾ നമുക്ക് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. അവർ വഴി ഇതിലെല്ലാം നമുക്ക് ആതുര സേവയ്ക്ക് ആവശ്യമായ ധനം വന്നെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനും ഇത് ഉപകരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. അതിൻ്റെ അപകടങ്ങളെപ്പറ്റിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ മഹായുദ്ധകാലത്ത് അന്ന് AI പൂർണ്ണരൂപത്തിലെത്തിയിട്ടില്ല, എങ്കിലും ഓട്ടോമേഷൻ ഒരുപാട് വന്നു. കോൾഡ് വാർ നടക്കുന്ന കാലത്ത് ഒരു ദിവസം പെട്രോവിച്ച് എന്ന് പറയുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ, ആർമിയിലെ ഉദ്യോഗസ്ഥൻ റഡാർ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ധാരാളം മിസൈലുകൾ വരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അടുത്ത ലെവലിലേക്ക് സെക്കൻഡുകൾക്കകം എത്രയോ ഇങ്ങനെ കടന്നു കയറിയില്ല. ഏറ്റവും വേഗം അടുത്ത് കൈമാറണം. റഷ്യൻ ആർമിയുടെ ചീഫ് ന്യൂക്ലിയർ ബട്ടൺ, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻറ്റ് ന്യൂക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം. അത് ഉണ്ടാകാതിരിക്കാൻ ഒക്കില്ല, കാരണം ഏറ്റവും വേഗം തീരുമാനമെടുക്കണം. പക്ഷേ ഈ പെട്രോവിച്ച് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തോ ഒരു അപാകത, ഇതെല്ലാം കാണുന്നുണ്ട്, സംഗതി വരുന്നതായിട്ടെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആലോചന പോയത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇങ്ങനെ ഒരു 4-5 മിസൈൽ വരാനുള്ള ഒരു സാധ്യതയില്ല. എന്തോ അപാകത. അദ്ദേഹം അതിനെപ്പറ്റി ഏതാനും നിമിഷങ്ങളെടുത്ത് അതിനെപ്പറ്റി കൂടുതൽ പരിശോധിച്ചപ്പോൾ സൂര്യപ്രകാശമേറ്റ് ആകാശത്തുണ്ടായ ഒരു പ്രതിഫലനത്തിൻ്റെ ഫലമായി തെറ്റായ ഒരു ഇൻപുട്ട് വന്നു പോയതാണ്. ഇന്നത്തെ കാലമാണ് ഒരു പക്ഷേ AI എൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതാ അവർ വരുന്നതിന് മുമ്പ് തിരിച്ചടിക്കണം. റഷ്യയുടെ ഭാഗത്തുനിന്ന് ന്യൂക്ലിയർ ബട്ടൺ ടെസ്റ്റ് ചെയ്താൽ ഉടനെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ലോകത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കാവുന്ന ഒരു അപകടം വരെ ഇതിലുണ്ടാകാം. എനിക്ക് ഇന്നുണ്ടായ ഒരു രസകരമായ അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഒരു 200 കോടിയിൽ പരം രൂപയുടെ സ്റ്റേക്കുള്ള ഒരു ആർബിട്രേഷൻ
ഞാൻ അടുത്ത കാലത്ത് നടപടി പൂർത്തിയാക്കി വാദം കേട്ട് വിധിന്യായം അപാടെന്ന് പറയുന്ന വിധിന്യായം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലിശ 14% ആവശ്യപ്പെടുന്നു. ഞാൻ മുമ്പ് പല കേസുകളിലും 12-ൽ കൂടുതൽ കൊടുത്തിട്ടില്ല. നമ്മൾ പണ്ടേ കൊണ്ട് ഒരു ഇതുകൊണ്ടല്ലോ ക്രമപ്പലിശ എന്ന് പറഞ്ഞാൽ 12%. അപ്പോൾ ഇത് അനുവദനീയമാണോ? അടുത്ത കാലത്തുള്ള വ്യത്യാസങ്ങൾ വല്ലതും അമെൻമെൻറ്റ് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ നേരെ ChatGPT പോയി ഈ പ്രശ്നം അവതരിപ്പിച്ചു. ഇത്തരം സാഹചര്യത്തിൽ പലിശ എത്ര വരെ അനുവദിക്കാം, അതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഉടനെ വളരെ ആധികാരികമായിട്ട് അത് പറഞ്ഞു 14 അല്ല 18%. 2015 അമെൻമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ള സ്ഥിതിയല്ല ഇന്ന് നിശ്ചിത ശതമാനമാണ് 18% കൊടുത്തത്. ഈ പെട്രോവിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമോ? കയ്യിലുള്ള പുസ്തകം 2-3 വർഷത്തെ പഴക്കമുള്ളതാണ്. ആളിനെ അയച്ച് ഇന്ന് തന്നെ സുകുമാർ ബുക്സ്റ്റാളിൽ നിന്ന് പുതിയ പുസ്തകം കൊണ്ടുവന്നു 2025. അത് വായിച്ചപ്പോൾ അതിലും ഇല്ല 18%. ഇതെന്താ ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ കുഴപ്പം? ഞാനൊരു യുദ്ധത്തിൽ ഏർപ്പെടാൻ നിന്ന് തീരുമാനിച്ചു. ChatGPTയോട് തന്നെ ചോദിച്ചു, ഈ അമെൻമെൻറ്റിൻ്റെ ശരിയായ രൂപം പകർത്തി തരും. തെറ്റായ ഒരെണ്ണം പകർത്തി തന്നു. ഇത് വെച്ചിട്ട് ഞാൻ പിന്നെയും അങ്ങോട്ട് ചോദിച്ചു, ഇത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം, ഈ അമെൻമെൻറ്റ് ഇങ്ങനെയല്ലല്ലോ, അതിൻ്റെ ഗസറ്റ് കോപ്പി പരിശോധിച്ച് ഉത്തരം തരിക. അങ്ങനെ പരിശോധിച്ച് എല്ലാ സെക്കൻഡുകൾക്കും അവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ സെക്കൻഡുകൾ മതി. ഇതെല്ലാം തപ്പിപ്പിടിച്ചിട്ട് വെറുതെ പറഞ്ഞു, വലിയൊരു അബദ്ധം പറ്റിപ്പോയി. 18% ആയിരുന്നത് 2015 മാറ്റിയാണ് ഇന്നത്തെ വ്യവസ്ഥ വന്നിരിക്കുന്നത്. ഇത്തരം അപ്പോൾ ഞാൻ തിരിച്ച് പെട്രോവിച്ചിൻ്റെ കാര്യം ഇതുപോലെയുള്ള അപകടങ്ങളിലൊക്കെ നമ്മൾ നിങ്ങൾ നയിച്ചു കളയുമല്ലോ, ഇതിന് എന്താണ് പ്രതിവിധി എന്നൊക്കെ ഒരു ചെറുതായിട്ട് ഒരു നർമ്മരസത്തിൽ തന്നെ ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ പറഞ്ഞു, മെഡിസിൻ, ലോ, ഏവിയേഷൻ ഈ രംഗങ്ങളിലെ തെറ്റുകൾ ധാരാളം പറ്റാം. ഞങ്ങൾ പറയുന്നത് അത് ആ മുഖവിലയ്ക്ക് എടുക്കേണ്ട, ഹ്യൂമൻ ഇൻ്റലിജൻസ് വെച്ച് അത് റീചെക്ക് ചെയ്യണം, അല്ലാതെ ചെയ്താൽ അപകടം തന്നെയാണെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ രംഗത്തുള്ള പലതരത്തിലുള്ള കുഴപ്പങ്ങളെ പറ്റി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഈ കാലത്തിനനുസരിച്ചുള്ള ഈ തീരുമാനവും നടപ്പാക്കുന്നതും എല്ലാം ഏറ്റവും നല്ലത്. അവധാനത വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഈ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ സായിരാം. സാറിനോട് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഒരു ഔപചാരികതയാണ്. അദ്ദേഹം സായി കുടുംബാംഗമാണ്. ഒട്ടനവധി പ്രാവശ്യം പുട്ടപർത്തിയിൽ പോവുകയും ഭഗവാനെ നേരിൽ കാണാനും അവിടെ എന്താ പറയുക ഈ ഓൾ ഇന്ത്യ ജഡ്ജിമാരുടെ കോൺഫറൻസിലും അല്ലാതെ ജുഡീഷ്യറിയെ സംബന്ധിച്ചൊക്കെ സാർ അവിടെ ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു മഹൽ വ്യക്തിയാണ്. എന്നാലും ഔപചാരികമായി ഫോർട്ട് സമിതിയുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറൊരു കാര്യം ഉറപ്പുള്ളത്, സാറ് പരാമർശിച്ചതുപോലെ ഇപ്പോൾ ആറ്റം ശക്തി പോലെ ഒരു വലിയ ശക്തിയാണ് യൂട്യൂബ് മാധ്യമം എന്ന് പറയുന്നത്. നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ആറ്റം ശക്തി ഉപയോഗിച്ച് നമുക്ക് രാജ്യത്തെ നന്നാക്കാനും അതൊരു ബോംബുണ്ടാക്കി നശിപ്പിക്കാനും കഴിയുന്നത് പോലെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു രംഗമാണ് മീഡിയ. അതിന് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ നൽകുന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലെ അഡ്മിൻ കൺവീനർ മാത്രമായിരിക്കും. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൺവീനറിൽ നിക്ഷിപ്തമായിരിക്കും. ഭഗവാന്റെ മെസ്സേജുകളും ഭജൻസും നമ്മൾ ചെയ്യുന്ന സേവന ആധ്യാത്മിക പരിപാടികൾ മാത്രമേ ഇതിൽ ഇൻക്ലൂസീവ് ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. വേറെ ഒരൊറ്റ പരിപാടിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് 100% ഇത്തരത്തിലായിരിക്കും. ഇതിൽ കൺവീനർ ആണ്. ഇത് നമ്മുടെ ടീം പല കാര്യങ്ങൾ ഓഡിയോ വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരികയും കൺവീനറുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഭഗവാന്റെ മുമ്പ് വെച്ച് ഭക്തജനങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഒപ്പം
ഭക്തജനങ്ങളെല്ലാം ഇതിൽ മെമ്പേഴ്സായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അറിവിലും പരിചയത്തിലുള്ള ബന്ധുമിത്രാദികളെ കൂടെ ചേർത്ത് നമുക്ക് പരമാവധി ഭഗവാന്റെ മെസ്സേജ് ഈ 100ാം ജന്മവാർഷികത്തിൽ പരമാവധി ജനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിനായി നിങ്ങളെല്ലാം പങ്കാളിത്തം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.